മണിപ്പൂരിൽ വീണ്ടും സംഘർഷമുണ്ടായി. സംഘർഷത്തിൽ 2 പേർ മരിച്ചു. ഇംഫാൽ വെസ്റ്റ് മേഖലയിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നിലെ കുക്കി വിഭാഗമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. വിനീത വിജി വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, യഥാർത്ഥത്തിൽ വീണ്ടും അശാന്തമാകുന്നു മണിപ്പൂർ എന്നറിയുമ്പോൾ നമ്മളെ ആശങ്കപ്പെടുന്ന വാർത്തയാണത്. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലേക്കുള്ള ആശങ്ക തന്നെയാണ് ഈ ഘട്ടത്തിൽ മണിപ്പൂരിൽ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അവിടെ വീണ്ടും ആക്രമണം ഉണ്ടാവുന്നത്. വീണ്ടും സംഘർഷഭരിതമാവുകയാണ് മണിപ്പൂര്. ഈ ആക്രമണത്തിൽ, ഈ സംഘർഷത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. അതിലൊരാൾ സ്ത്രീയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ 2 പോലീസ് ഉദ്യോഗസ്ഥരടക്കം 10 പേർക്ക് പരിക്കേറ്റതായും നമുക്കിപ്പോൾ റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ട്. ഈ പരിക്കേറ്റവരിൽ ചിലർക്ക് വെടിയേറ്റിട്ടുണ്ട് എന്നുമാണ് അറിയാൻ കഴിയുന്നത്. ഇവരെയൊക്കെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇംഫാൽ വെസ്റ്റ് മേഖലയിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നിൽ കുങ്കി വിഭാഗക്കാരെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടും ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മെയ്തേയ് വിഭാഗക്കാർക്ക് ഏറ്റവും വലിയ സ്വാധീനമുള്ള മേഖലകളിലാണ് ഈ കുട്രുക്ക്, അതോടൊപ്പം തന്നെ കടങ്ബാന്ത് പോലുള്ള ഗ്രാമങ്ങളിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഇപ്പോൾ സ്ഥിതിഗതികൾ അവിടെ നിരീക്ഷിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ് മണിപ്പൂർ പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ ചില പ്രൊഫഷണലുകളുടെ സാന്നിധ്യമുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നും മണിപ്പൂർ പോലീസ് പറയുന്നുണ്ട്. പിന്നാലെ നടത്തിയ ചില പരിശോധനകളിലും ആ മേഖലകളിൽ, അവിടുത്തെ ഈ മലയോര മേഖലകളിലും താഴ്വാരങ്ങളിലും ഒക്കെ ഈ മണിപ്പൂരിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ചില റൈഫിളുകളും ഒപ്പം തന്നെ ഗ്രനേഡിന്റെ ചില വസ്തുക്കളും ഒക്കെ തന്നെ അവർക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്ഥിതിഗതികൾ ഇപ്പോൾ ശാന്തമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. ജനങ്ങൾ സംയമനം പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി പോലീസ് നൽകിയിട്ടുണ്ട്. ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണെന്ന് തന്നെയാണ് മണിപ്പൂർ പോലീസ് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. ആ മേഖലകളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നിരീക്ഷണവും പരിശോധനയും ഈ ഘട്ടത്തിലും തുടരുകയാണ്. ജനങ്ങൾ ശാന്തരായിരിക്കുക, സംയമനം പാലിക്കണം എന്നുള്ളത് തന്നെയാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം. എസ് കെ.